5-6 പേരെ കൊന്ന സ്ഥലം ഇത്. ഈ വയലില എന്റെ അച്ഛനെ കൊന്നത്. രാത്രിയിൽ ഇവിടെ ആരുണ്ടാവുക? ഫോൺ വഴി കണ്ടെത്തിട്ട് ഞങ്ങൾ DF-നെ വിടുള്ളൂ. 5-6 പേരെ കൊന്ന സ്ഥലം ഇത്. അടുത്തടുത്ത് ഈ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ആന കൊന്നിട്ട്. 5 പേര് മരിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ വീട്ടിന്റെ പുറകുവശത്തൊന്ന്, പിന്നെ അങ്ങ് ആ റോഡ് അതിലൊക്കെ മരിച്ചിട്ടുണ്ട്. 5 പേര് ആന മരിച്ചത്. നമ്മുടെ അച്ഛൻ ഇവിടെ മരിച്ചു. ഈ വയലില എന്റെ അച്ഛനെ കൊന്നത്. ഈ വയല് എന്റെ അനിയത്തിന്റെ ഭർത്താവ് 2012 വിറകിന് പോയപ്പോ ചെറിയ ചെറുക്കനായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. എവിടെ പോയാലും ഈ കൊല്ലം എങ്ങനെ വിറക് നോക്കുന്ന ഞങ്ങൾക്ക് ആലോചിക്കുന്നത്. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ 7 മണി വരെ തൊട്ട് 5 മണി വരെ സാറുമാർ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഇവിടെ ആരുണ്ടാവുക? നിങ്ങളെ മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ആരുണ്ടാവുക? നമുക്ക് എന്തായാലും ഇറങ്ങി ഓടിക്കാൻ നമുക്ക് പറ്റൂല. എല്ലാം പിന്നെ എന്തെന്നാ പ്രായമായ അമ്മമാരും കുട്ടികളും മാത്രമേ നമുക്കുള്ളൂ. അതുപോലെ രാവിലെ എണിച്ച് നമുക്ക് പുഴയ്ക്ക് പോകണം. പുഴ പോയി കഴിഞ്ഞാൽ അലക്കലും വെള്ളം എടുക്കലും നമുക്ക് അവിടെ പറ്റുള്ളൂ. അതേ ഫോറസ്റ്റിന്റെ സൈഡിലൂ. ഇപ്പൊ നമ്മുടെ സുരക്ഷ എന്തായാലും നമുക്ക് ഉറപ്പ് വരുത്തണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോയാൽ മതി. എന്താണ് നിങ്ങൾ രാത്രി ഇവിടെ സുരക്ഷയില്ലാത്ത പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. മാനായാലും ഒരു കൃഷി എടുത്താലും നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അതിന് ഒന്ന് ആദായം എടുത്ത് ഈ ആന തിരിച്ചു ഇവിടുന്ന് കയറിപ്പോയ ആന തിരിച്ചു വരുന്നത് പേടിക്കുന്നുണ്ടോ? പിന്നെ പേടിക്കാതെ എന്തായാലും ഇത്ര പകല് പഠിച്ച സ്ഥിതിക്ക് എന്തായാലും രാത്രി എന്തായാലും എല്ലാവർക്കും പേടി ഉണ്ടാവുമല്ലോ. പകല് മുഴുവൻ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്നു? ഇത്ര നേരം ഇരുന്നു. പക്ഷെ ഇവിടെ ഒരു രൂക്ഷമായപ്പോഴാണ് നമ്മളിന്ന് എന്തായാലും ഇറങ്ങി വരണല്ലോ നമ്മള്. ഇപ്പോൾ വാർഡ് കൗൺസിലർ ഇവിടെ ഉണ്ട്. മേഡം ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് മേഡം? ഇവിടെ ഒരു 40 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. രാത്രി ഇവരുടെ സുരക്ഷിതത്വമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതെ, അതാണ് നമുക്ക് വേണ്ടത്. ഈ പ്രദേശവാസികൾക്ക് എല്ലാവർക്കും അതാണ് ആവശ്യം. അപ്പൊ അതിനൊരു ഫോൺ വഴി കണ്ടെത്തിട്ട് ഞങ്ങൾ DF-നെ വിടുള്ളൂ. DFO വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. വലിയ പറഞ്ഞില്ല. അയാൾ സംസാരിക്കാതെ പറഞ്ഞ മറ്റേ